കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കാൽവരി കുന്നിന്മേ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കയ്യിലാടി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ, കാണുന്നെൻ്റപ്പായേ. എന്താ മത്തായി ചേട്ടാ, ഇന്നത്തെ പാട്ടിൽ അല്പം വേദന കൂടി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഓ, ഞാൻ കൊണ്ടുവന്നൊന്നും അല്ലച്ചോ, എൻ്റെ പിന്നാലെ വരുന്നല്ലേ. ഞാൻ പാട്ടിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മകനെക്കുറിച്ചു. മത്തായിച്ചോ, വയസ്സാം കാലത്ത് വല്ലതും കിട്ടണമെങ്കിൽ മക്കൾ വേണം കേട്ടോ. അച്ഛൻ ഇപ്പം പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ ആഴ്ച അവൻ്റെ അടുത്തുനിന്ന് ഒന്ന് കിട്ടിയതാ. ഇളകാതെ നിന്ന് എൻ്റെ 2 പല്ലാണ് നിലത്ത് വീണത്. മൂത്തം കൂടി നാട്ടിലുണ്ടായിരുന്നെങ്കിൽ മുഴുവനും പറിച്ച് സെറ്റുവെല്ലാം വെച്ച് നടന്നേനെ ഞാൻ. ഈ മത്തായി ചേട്ടൻ്റെ ഓരോ തമാശകൾ. അല്ല, അച്ഛൻ ഇതെന്താ ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ വിളമ്പി വെച്ചത് അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഞാൻ കഴിച്ചില്ല മത്തായി ചേട്ടാ. രാവിലെ മുതൽ ഇന്ന് തിരക്കല്ലായിരുന്നോ? ജൂബിലി ആഘോഷത്തിൻ്റെ ആളും ബഹളവും. അപ്പോഴൊന്നും വിശപ്പറിഞ്ഞില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒറ്റയ്ക്കായ പോലെ തണുത്തുറഞ്ഞ ഭക്ഷണം ഒറ്റപ്പെടലിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്നു. അല്ലേ മത്തായി ചേട്ടാ? അച്ഛനുമുണ്ടല്ലേ ഇന്നെന്തൊക്കെയോ വിഷമങ്ങൾ. അപ്പം മരിച്ചതിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു ഇന്ന്. തിരക്കുകൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരിത്തിരി നേരം തമ്പുരാൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കിരിക്കാമെന്ന് വെച്ചു. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അന്തോണി, നീ എന്താ ഈ വഴിയൊക്കെ? എനിക്ക് മരിച്ചവർക്കുള്ളൊരു കുർബാന ചൊല്ലിക്കണം അച്ചോ. ആരുടെ പേരിലാ കുർബാന? എൻ്റെ അപ്പൻ്റെ പേരിലാ, മലമുകളിൽ മത്തായി. അതിന് നിന്റെ അപ്പനല്ലേ വടി പോലെയാ നിൽക്കുന്നത്? വടി പോലെ നിൽക്കുന്ന ഈ അപ്പനെ ഞാൻ ഉടനെ വടിയാക്കും. ഇറങ്ങിപ്പോടാ അവിടുന്ന്. കണ്ടോ വെച്ചാ, ഇതാ എൻ്റെ അവസ്ഥ. പ്രത്യേകിച്ചൊരു സൽകൃത്യവും ചെയ്യാതെ മത്തായി ചേട്ടൻ സ്വർഗത്തിൽ പോണ കാര്യം ഓർക്കുമ്പോഴാണ്
എനിക്കൊരു സങ്കടം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മറിയാമ്മച്ചേടത്തി, എന്നൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് അങ്ങനെ പോകുന്നു അച്ചോ. മൂത്ത മോൻ്റെ കൊച്ചാ, ഇവരങ്ങ് അമേരിക്കയിലാണല്ലോ. വെക്കേഷന് വന്നതാ. ഞാൻ പള്ളിയിലൊന്ന് കയറിയേച്ച് വരാം. അച്ഛൻ കൊച്ചിനോട് ഒന്നും രണ്ടും പറഞ്ഞിരിക്കുക. എന്നാ അങ്ങനെ ആവട്ടെ ചേട്ടത്തി. എന്നതാ മോളുടെ പേര്? സാൻഡ്രിയ. ആഹാ, നല്ല പേരാണല്ലോ. മോൾക്ക് നമ്മുടെ നാടാണോ അതോ അങ്ങ് അമേരിക്കയാണോ ഇഷ്ടം? എനിക്ക് ഇവിടെ ഫാദർ ഇഷ്ടം. അവിടെ പപ്പയും അമ്മയും എപ്പോഴും തിരക്കില്ല. ഇവിടെ ആകുമ്പോൾ വെല്ലുമിച്ച് എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. ഒത്തിരി കഥകൾ പറഞ്ഞു തരും, പാട്ടും പാടിത്തരും. എന്നാ മോള് എനിക്കൊരു പാട്ട് പാടി തന്നേ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഫാദർ. പിന്നെ മോൾക്ക് എന്നതാ അറിയുന്നേ? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. എന്നാലൊരു ഡാൻസ് കളിച്ചേ. ഓക്കെ. ഹാവ്, സൂപ്പർ ഡാൻസ് മോളെ. മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. അവിടത്തെ തിരുവടി കാണാൻ പൊന്നും കുരിശുമുത്തപ്പോ. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം. ഇവരെങ്ങോട്ടാ ഫാദർ പോകുന്നത്? മലയാറ്റൂർ മല കയറാൻ പോകുന്ന തീർത്ഥാടകരാവര്. തോമാസ്ലിയായെക്കുറിച്ച് മോള് കേട്ടിട്ടുണ്ടോ? യെസ് ഫാദർ, ബട്ട് കൂടുതലൊന്നും അറിയില്ല.
ക്രിസ്തു ശിഷ്യനായിരുന്ന തോമാശ്ലീഹ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഈശോയെക്കുറിച്ച് അറിഞ്ഞത്. തൻ്റെ കർത്താവായ ക്രിസ്തുവിൻ്റെ ആഹ്വാനമനുസരിച്ച് തോമാശ്ലീഹ ഭാരതത്തിലെത്തി. നമ്മുടെ കൊച്ചു കേരളത്തിലും ഇവിടെ വന്ന് ആളുകളെ മാമോദിസ മുക്കിയും ദേവാലയങ്ങൾ നിർമ്മിച്ചും തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടർന്നു. രാമോ, വേഗം അങ്ങോട്ട് നടക്കുക. നേരം ഇരുട്ട് വീഴന് മുന്നേ ഈ കാട് അങ്ങോട്ട് കടക്കണം. അടിയന് സംശയ തിരുമേനി, ഇത് ഏതാ സ്ഥലന്ന് അറിയോ രാമോന്? ഏന് സംശയ തിരുമേനി? പനങ്കാട് എന്ന് കേട്ടിട്ടുണ്ടോ? പനയക്ഷിയുടെ വാസസ്ഥല. ഇത്ര നേരം ഒരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏന് വിറയൽ കൂടി തുടങ്ങിയിരിക്കണു. അതാണ് ഏഭ്യ പറഞ്ഞത്, വേഗം അങ്ങോട്ട് നടക്കാൻ. തമ്പ്രാന്റെ അടുത്ത് ചെല്ലുമ്പോ നല്ല സുന്ദരിയുടെ ആട്ടം കാണാലോ എന്നങ്ങോട്ട് ചിന്തിച്ച എന്നെ പോലെ വേഗം അങ്ങോട്ട് നടക്കാം. എന്നാ ഈ രഹസ്യം എന്നോട് നേരത്തെ പറയായിരുന്നു തിരുമേനിക്ക്. നിക്ക, വഴി തെറ്റിന്ന് തോന്നണുണ്ടോ രാമുന്? ഏന് സംശയ തിരുമേനി? എന്നാ സംശയിക്കണ്ട, തെറ്റിയിരിക്കണു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ടി വരില്ല. പനയക്ഷി വേണ്ടത് ചെയ്തോളും. തിരുമേനി, ഏഭ്യ നിന്ന് വിറക്കാണ്ട് തെക്ക് എവിടെയെന്ന് നോക്കുക. അപ്പോ തെക്കോട്ടെടുക്കാൻ തീരുമാനമായില്ലേ? തെക്ക് നോക്കി ദിശയറിഞ്ഞ് നടക്കുക. എത്രയും പെട്ടെന്ന് ഈ കാട് അങ്ങോട്ട് കടക്കാം. രാമോ, എന്താ തിരുമേനി? ഇപ്പോ എങ്ങനെയുണ്ട്? കുറച്ച് ചുണ്ണാമ്പ് കുറവുണ്ടേ. ഏഭ്യൻ എന്തായി പറയണേ? തിരുമേനിയുടെ വായിലെ മുറുക്കാൻ എൻ്റെ വായിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. രാമു, നീ പാട്ട് കേൾക്കണില്ലേ? പനയക്ഷിയുടെ വരവാ, ഇനിയിപ്പോ രക്ഷയില്ല. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ തോമ, കുറച്ച് ദൂരേന്നാ. നിങ്ങൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് തന്നെയാണ് ഞാനും. എന്തോ ഒരു അത്ഭുത ശക്തി അങ്ങിൽ നോം കാണുന്നു. നമുക്ക് ഒരുമിച്ച് നടക്കാം. നിങ്ങളുടെ ആളുകളെ കാണണം. എൻ്റെ ഗുരുവും നാഥനുമായ ക്രിസ്തുവിനെ കുറിച്ച് അവരോട് സംസാരിക്കണം. എൻ്റെ ഗുരുവിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ അവൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങൾ അറിയണം. ദൈവപുത്രന് ജന്മം നൽകുവാൻ അപൂർവ ഭാഗ്യം ലഭിച്ച ഒരമ്മ. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ പരാതികളില്ലാതെ നടന്നു നീങ്ങിയ ഒരമ്മ, മറിയം, പരിശുദ്ധ കന്യകാ മറിയം. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ
വിസ്മയമോടതു നോക്കി. മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ. മഞ്ഞു പെയ്യും നനുത്തരാവിൽ രാരിരം പാടി മാലാഖമാർ. ഉറങ്ങരുതേ ഇടയന്മാരെ സന്മനസ്സുള്ളവർക്കായിതാ പാരിൻ രക്ഷകൻ ദേവസുതൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ. സ്നേഹദീപം പിറന്ന രാവിൽ വഴി തെളിച്ചു താരകങ്ങൾ. വൈകരുതേ രാജാക്കളെ സ്വർഗത്തിൻ ദാനമായിതാ. കനിവിൻ സൂര്യൻ ഹൃദയരാജൻ പുൽക്കൂട്ടിൽ മയങ്ങുന്നു. സ്വർഗം താണിറങ്ങി മാതാവിൻ മടിയിലുറങ്ങി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. വാനിലെ താരകൾ വിസ്മയമോടതു നോക്കി. യൗസേപ്പ്, ഇനി അല്പം വിശ്രമിച്ചിട്ട് മതി ബാക്കി പണികൾ. മറിയം, 2 ദിവസത്തിനുള്ളിൽ വിചാരണ നടക്കുന്നതിന് മുന്നേ മരക്കുരിശിൻ്റെ പണി പൂർത്തിയാക്കണം. അപ്പ ഇതെന്താ ഉണ്ടാക്കുന്നത്? മരക്കുരിശാണ് കുഞ്ഞെ. കഠിന കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ മരണശിക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കഴുമരം. അപമാനത്തിൻ്റെയും മരണഭീതിയുടെയും പ്രതീകം. ചിലപ്പോൾ ആ മരക്കുരിശ് രക്ഷയുടെ പ്രതീകമായാലോ? അതേ കുഞ്ഞെ, മനുഷ്യർ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും. സീനായ് മലയിൽ
ചെറുപ്പം മുതലേ ഉണ്ണിയേശുവിനെ പ്രവാചക ഗ്രന്ഥങ്ങളെക്കുറിച്ചും മോശയുടെ കൽപ്പനകളെക്കുറിച്ചുമൊക്കെ അമ്മ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും യേശു വളർന്നു. 30 വയസ്സായപ്പോൾ തൻ്റെ ഭവനം വിട്ട് പുറത്തേക്കിറങ്ങി. തൻ്റെ പിതാവായ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഞങ്ങൾ 12 പേരും അവനെ അനുഗമിച്ചു. ഞങ്ങൾ അവനെയല്ല, മറിച്ച് അവൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു. Behold the multitude. This is a desert place, and now the time's far past. Send them away that they may go into the villages and buy themselves bread. They have nothing to eat. Give ye them to eat. Shall we go and buy 200 pennyworth of bread and give them to eat? How many loaves have ye? 5 and 2 fishes. Bring them to me. Divide the people into companies of 50 that they might be fed. O Father, Lord of heaven and earth, I thank thee for thy bounties. Amen. പാപികളെ മാനസാന്തരപ്പെടുത്തിയും രോഗികളെ സുഖപ്പെടുത്തിയും മരിച്ചവരെ ഉയർപ്പിച്ചുമൊക്കെ അവൻ ഒരത്ഭുതമായി മാറി. ജനങ്ങൾ അവനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അന്ധകാര ശക്തികൾ അവനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. ദൈവദൂഷണം ആരോപിച്ച് നിരപരാധിയായ എൻ്റെ ഗുരുവിനെ അവർ വധശിക്ഷയ്ക്ക് വിധിച്ചു. Musik mal gut. Dayan Schlachle. Provvede od castigatio severa site benader. Sed noli sinere eos eon uccidere. Monstra nobis quod ibetur. Prova stud. Quale? Nimes hoc parvum. Tibi bene est. Gusta.
facile. Rosa pulcherrima. Aspicite illum, regem vermum. Ave, rex verminosus, ave! Homo regalis! അങ്ങനെ എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ അവൻ ബലിയായി മാറി. They're dead. ഒടുവിൽ കലി പൂണ്ട ദുഷ്ടശക്തികൾ തോമാസ് ലീഗായെ നശിപ്പിക്കാൻ തക്കം നോക്കിയിരുന്നു. ഇനി അവൻ ഒരിടത്തും സുവിശേഷം പ്രസംഗിക്കരുത്. കൊല്ലണം, ഇരുചെവി അറിയാതെ കൊല്ലണം. ഇത്തവണയെങ്കിലും കൊല നടക്കുവോ? ഇങ്ങനെ എത്രയെത്ര പദ്ധതികളാ പാളിപ്പോയിരിക്കുന്നേ. ഇത്തവണ നമ്മുടെ പദ്ധതികളൊന്നും പാളിപ്പോകില്ല. ഈ പെരുമലയിൽ എവിടെയാണ് അവൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഒന്ന് കാട്ടിത്തന്നാ മാത്രം മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതാ അവിടെ അവിടെ ഒരു പ്രകാശം കണ്ടോ? അത് അവനാ അവനാ. വാ 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 വാ. എടാ ക്രിസ്തു ശിഷ്യ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആ കുന്തവന്റെ പുറത്തേക്ക് കുത്തി കേറ്റണോ? എന്റെ കർത്താവേ, എന്റെ ദൈവം, എന്റെ കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ. കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. അല്ല, ഇതുവരെ കഥ പറച്ചിൽ കഴിഞ്ഞില്ലേ? ഫാദർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു വല്യമ്മച്ചി. പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അതാ ആളുകളൊക്കെ വന്നു തുടങ്ങി. ജൂബിലി പ്രോഗ്രാം തുടങ്ങണ്ടേ? നമുക്ക് അങ്ങോട്ട് പോകാം.